എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ദിവസം ട്രേഡിങ്ങിന് വേണ്ടി നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരുന്ന ഷെയറുകളാണ് ഈ കാണുന്നത്. ഇതിൽ ആവറേജ് വന്നിട്ട് 3 ഇറങ്ങുവാണെങ്കിൽ ട്രേഡ് എടുക്കാൻ പറ്റുന്ന 3 ഷെയർ ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഇതിൽ യൂഫ്ലെക്സ് മാത്രമേ ഉള്ളൂ ഈ റേഞ്ച് വന്ന്, അതിൻ്റെ ബാക്കി രണ്ടും ഈ ആവറേജ് വരാതെ തന്നെ ഇറങ്ങിപ്പോവായിരുന്നു. ബാക്കിയുള്ള ഷെയറിനകത്ത് നമുക്കിന്ന് കുറച്ച് ഷെയർ, നമ്മൾ 16 ഷെയറിൽ ഇതിലൊന്നും പിന്നെ ഒരു 4 ഷെയർ കൂടെ കിട്ടി. ബാക്കിയെല്ലാം നമ്മുടെ ഈ റേഞ്ചുകളൊന്നും വന്നില്ല, എല്ലാം താഴെ പോയി. റേഞ്ച് നമ്മൾ നോർമൽ റേഞ്ച് നമ്മൾ പറയുന്ന രീതിയിൽ ഈ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിലെങ്കിലും വന്ന് ഇറങ്ങുവാണെങ്കിലേ നമുക്ക് ചാൻസ് എടുക്കാൻ പറ്റത്തുള്ളൂ. പുതിയ ആൾക്കാർക്ക് ഇപ്പം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് പിന്നെ അതിൻ്റെ അനുസരിച്ച് ചെയ്യാൻ പറ്റും. പക്ഷേ ഇന്നത്തെ ദിവസം അധികം ഷെയറൊന്നും വന്നില്ല. ഇതിനകത്ത് ഒരു 70-80% ഷെയറും ഈ പ്രീവിയസ് ഡേ ഹൈ പോലും വരാതെ ഇറങ്ങുമായിരുന്നു. 4 ഷെയർ നമുക്ക് ചാൻസ് വന്നിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ ഷെയർ ഈ സാഗിൽ എന്ന് പറയുന്നത്. സാഗിൽ എന്ന് പറഞ്ഞ ഷെയർ ഓപ്പണിങ് പ്രീവിയസ് ഡേ ഹൈയുടെ അടുത്ത് വന്നിട്ട് ഇറങ്ങിപ്പോയി. പക്ഷേ തിരിച്ച് കയറി വന്ന് പ്രീവിയസ് ഡേ ഹൈ അടിച്ചിട്ട് മുകളിലോട്ട് പോകാതെ ഇറങ്ങി വന്നപ്പോൾ നമുക്ക് ഇവിടെ എൻട്രി എടുത്തായിരുന്നെങ്കിൽ 277 എടുത്താൽ 267 10 രൂപ പ്രോഫിറ്റ് തരുന്നുണ്ട്. അതിനുശേഷം വീണ്ടും അത് പ്രീവിയസ് ഡേ ഹൈ അടിക്കുന്നു. ഒറ്റ ഇതുകൊണ്ട് അടിക്കുക, ഒരു മിനിറ്റ് കൊണ്ട് 5 മിനിറ്റ്സ് ക്യാൻഡിലിനകത്ത് പെട്ടെന്നൊരു ഹൈ അടിച്ചിട്ട് തിരിച്ചിറങ്ങും. വീണ്ടും നമ്മൾ ഈ റേഞ്ച് എന്നിട്ട് എൻട്രി എടുത്താൽ നമുക്ക് വീണ്ടും സെയിം 10 രൂപയ്ക്ക് പ്രോഫിറ്റ് ഇവിടെ കിട്ടുന്നു. വീണ്ടും ഇത് തിരിച്ചു പോയി വീണ്ടും ഹൈ അടിച്ചു. ഈ ഹൈ അടിക്കുമ്പോൾ നമ്മൾ നോക്കേണ്ടത് അടുത്ത ലെവലിൽ പോകുന്നോ നോക്കണം. ഇല്ല എങ്കിൽ തിരിച്ചിറങ്ങുകയും പഴയ ലെവലിൽ താഴെ റൂം എടുക്കും. വീണ്ടും 277 ലെവലിൽ എൻട്രി എടുത്തായിരുന്നെങ്കിൽ നമുക്ക് 265 3 പ്രാവശ്യം അത് ചാൻസ് വന്നിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം AC ആക്ഷൻ കൺസ്ട്രക്ഷൻ, അത് ഫ്ലാറ്റ് ഓപ്പണിങ് വന്നിട്ട് പ്രീവിയസ് ഡേ ഹൈയെ വന്ന് അടിച്ചു ഇറങ്ങി. നമ്മളിവിടെ മുകളിൽ പോകാതെ ഈ പ്രീവിയസ് ഡേ ഹൈയുടെ താഴോട്ട് വരുന്ന സമയത്ത് എൻട്രി എടുക്കുക. 1168 റേഞ്ച് എൻട്രി എടുത്താൽ 1144 24 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ്. വീണ്ടും തിരിച്ചു പോയി ഹൈ അടിച്ചിട്ട് വീണ്ടും തിരിച്ചിറങ്ങുക ചെയ്ത് മുകളിലോട്ട് പോയില്ല. നമ്മൾ തിരിച്ചിറങ്ങുമ്പോൾ ഇവിടെ വീണ്ടും എൻട്രി എടുത്താൽ 1145 35 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് കൊടുക്കുന്നുണ്ട്. ഇന്ന് മാർക്കറ്റ് ഭയങ്കരമായിട്ട് ഓപ്പണിംഗ് പ്ലസ്സിലിരുന്ന് മാർക്കറ്റ് കണ്ടമാനം ഇറങ്ങിപ്പോവുകയായിരുന്നു. പക്ഷേ അതിന് മുന്നിൽ മാർക്കറ്റ് നല്ല പ്ലസ്സിലിരിക്കുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞ ഷെയറുകളെല്ലാം താഴെയായിരുന്നു, ഡൗൺ ട്രെൻഡിൽ തന്നെയായിരുന്നു. അതിന് ശേഷം നമുക്ക് ചാൻസ് വന്നത് ശില്പ മെഡ് എന്ന് പറയുന്ന ഷെയർ. ഫ്ലാറ്റ് ഓപ്പണിംഗ് വന്ന് പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയി നല്ല രീതിയിൽ ട്രേഡ്. അതിന് ശേഷം ഇവിടെയാണ് ഇറങ്ങുന്നത്. ഇവിടെ ഇറങ്ങി വയ്ക്കുമ്പോൾ 391 റേഞ്ച് എൻട്രി എടുത്താൽ 384 7 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ്. വീണ്ടും തിരിച്ച് പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ വരുന്നു, തിരിച്ചിറങ്ങുന്നു. അപ്പോൾ വീണ്ടും എൻട്രി എടുക്കുക. 391 82 9 രൂപ 2 പ്രാവശ്യമായിട്ട് 7 9 രൂപ പ്രോഫിറ്റ് അത് തരുന്നുണ്ട്. യൂഫ്ലെക്സ് എന്ന് പറയുന്ന ഷെയർ അതിൻ്റെ ആവറേജ് ഇറങ്ങുമായിരുന്നു. യൂഫ്ലെക്സ് 476 ആവറേജ്. ഇത് വന്നിട്ട് 476 90 ഹൈ അടിച്ചിട്ട് ഇറങ്ങി. നമുക്കതിപ്പോൾ 76 റേഞ്ച് എൻട്രി എടുത്തിരുന്നെങ്കിൽ 15 രൂപ 16 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് തരുന്നുണ്ടായിരുന്നു. വേറെ ഷെയറിനകത്തൊക്കെ ചെറിയ രീതിയിൽ തരുന്നുണ്ട്. പക്ഷേ നമുക്കൊരു ഫുൾ ഇത് നോർമൽ നല്ല രീതിയിൽ തരുന്നില്ല. ഒരു പ്രാവശ്യം തന്നു പിന്നെ തിരിച്ച് വീണ്ടും പോയി മുകളിൽ പോയി പുതിയ ഹൈ അടിച്ച് പിന്നെ കയറി പോവുക ചെയ്തിട്ടുള്ളത്. അതല്ല ബാക്കിയുള്ള ഷെയറുകൾ ഓൾമോസ്റ്റ് എല്ലാ ഷെയറും
നമുക്കൊന്നുകിൽ പ്രീവിയസ് ഡേ ഹൈ വരണം, അതല്ലെങ്കിൽ R1 ആ റേഞ്ചിൽ വന്നിട്ട് ഇറങ്ങണം. പക്ഷേങ്കിൽ ആ റേഞ്ച് വരുന്നില്ല, ഈ റേഞ്ചിലൊക്കെ വന്നിട്ട് ഇറങ്ങിപ്പോയിരുന്നു മുഴുവൻ ഷെയർ. അപ്പോൾ നമുക്ക് നാളത്തേനുള്ള ഷെയറുകൾ നോക്കാം. നാളെ നമ്മൾക്ക് 18 ഷെയർ എടുത്തിട്ടുണ്ട്. അതിൽ 2 ഷെയർ ആവറേജിന് മുകളിൽ പോയിട്ട് തിരിച്ചിറങ്ങുവാണെങ്കിൽ എൻട്രി എടുക്കാം. ഒന്ന് വടിലാൽ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഷെയർ, 2 LG എക്വിപ്മെൻറ്റ്. ബാക്കിയുള്ള ഷെയറുകളെല്ലാം പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ വന്നിട്ട് ഇറങ്ങുകയോ, അതല്ല R1 R2 ഏത് റേഞ്ചാണോ വന്നിറങ്ങുന്നത് ആ റേഞ്ചിൽ വന്നിട്ട് താഴോട്ടിറങ്ങുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ ട്രേഡ് എടുത്ത് പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. ഇനി നമ്മൾ കഴിഞ്ഞ 3-ാം തീയതി നെട്ട് 4 ട്രേഡിംഗ് ഡേയ്സിന് മുന്നേ ശനിയാഴ്ചയായിരുന്നു നമ്മൾ ഷോർട്ട് ടൈം കോൾ കൊടുത്തിരുന്നത്. അപ്പോൾ ഷോർട്ട് ടൈം കോളിൻ്റെ അതിൽ 3 ഷോർട്ട് ടൈം കോളാണ് ബൈ ചാൻസ് കിട്ടിയത്. ബാക്കി 2 എണ്ണത്തിൽ നമുക്ക് ചാൻസ് കിട്ടിയില്ല. അത് ഞാൻ പറഞ്ഞ റേഞ്ച് വന്നില്ല. ഇന്ന് ഒരെണ്ണം വന്നിട്ടുണ്ട്. അപ്പോൾ നേരത്തെ വന്നിരുന്ന ഒന്ന് മാന്യമാർ എന്ന് പറയുന്ന ഷെയർ മാർക്കറ്റ് ഇത്ര ഇടിഞ്ഞിട്ട് പോലും അത് നല്ല രീതിയിൽ ഞാനത് കൊടുത്തിരുന്നത് 950-60 റേഞ്ചിലായിരുന്നു. അത് ഇന്ന് വന്ന് ഈ 1005 വരെ ഹൈ അടിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന്. പിന്നെ അത് മാർക്കറ്റ് ഇറങ്ങിയപ്പോൾ 986 റേഞ്ചിലാണ് ക്ലോസിങ് വന്നിട്ടുള്ളത്. അതിന് ശേഷം മെട്രോ ബ്രാൻഡ് എന്ന് പറയുന്ന ഷെയർ ഇത് 1080-1030 റേഞ്ചിൽ, അത് 1050-1030 റേഞ്ചിലും വന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനുശേഷം അത് വന്ന് ഇന്ന് 1114, അതിലും നല്ല രീതിയിൽ പ്രോഫിറ്റ് 3-4 ദിവസം കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ VST ടില്ലേഴ്സ് 3050 തൊട്ട് 2950 100 റേഞ്ചിനുള്ളിൽ നമുക്ക് ട്രേഡ് എടുക്കാമെന്ന് പറയുന്നത് 2998 വരെ വന്നു. അപ്പോൾ 3000-3005 റേഞ്ച് എൻട്രി എടുത്തവർക്ക് നല്ല പ്രോഫിറ്റ്. ഇന്നത് 3177 റേഞ്ച് വരെ വന്നു. ഏകദേശം 177 രൂപ പ്രോഫിറ്റ് 4 ദിവസം കൊണ്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഷോർട്ട് ടൈം കോളിൽ നമ്മൾ ഷെയർ പറഞ്ഞാൽ ആ റേഞ്ചിൽ ബൈ ചെയ്യാവൂ. ഇപ്പം 3050, 2940-30 എന്ന് പറഞ്ഞാൽ 3050 അതിന് താഴെ എൻട്രി എടുക്കാം, മുകളിൽ പോയി എൻട്രി എടുക്കരുത്. അപ്പോൾ ആ ദിവസം തന്നെ പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസം തന്നെ അത് 3000-ന് താഴെ 3000 രൂപ റേഞ്ച് വന്നായിരുന്നു VST ടില്ലേഴ്സ്. അപ്പോൾ നല്ല രീതിയിൽ പ്രോഫിറ്റ് ആൾക്കാർക്ക് അത് കൊടുത്തിട്ടുണ്ട്. പുതിയ ഷെയറുകളുണ്ട്, പക്ഷേങ്കിൽ ഇപ്പോൾ തൽക്കാലം അത് പറയുന്നില്ല. മാർക്കറ്റിൻ്റെ കണ്ടീഷൻ അത്ര ശരിയല്ല. നോക്കി ഇച്ചിരി ഒന്ന് റെക്ടിഫൈ ചെയ്തിട്ട് തരാം. അപ്പോൾ നാളെ എല്ലാവർക്കും നല്ല രീതിയിൽ പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.